എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറെ കുറിച്ചാണ്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് അല്ലേ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നു. അപ്പം കുറച്ചുകൂടിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി അതിലുള്ള ഒരു പോയിന്റ് ആണ്, എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതാണ് ഞാൻ അതെടുത്ത് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജുകൾ. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് യൂണിക്സ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് യൂണിക്സ്. ഉപയോഗിച്ച ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമുക്ക് പഠിക്കാം കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജ്, കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഹൈ ലെവൽ ലാംഗ്വേജുകളൊക്കെ, അതുകൊണ്ടാണ് അതിനടുത്ത് പറയണം നമുക്ക്. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് യൂണിക്സ്. അത് ഏത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? സി അല്ലെ. ഇനി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാ? വിൻഡോസ് ആണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാ? വിൻഡോസ് ആണ് അല്ലെ. വിൻഡോസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കിയതാരാ? ഹു ഈസ് ദ ഫാദർ ഓഫ് ദി ഫ്രീ സോഫ്റ്റ്വെയർസ്? ഫ്രീ സോഫ്റ്റ്വെയർസിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. റിച്ചാർഡ് സ്റ്റാൾമാൻ. റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അല്ലെ. 1985 റിച്ചാർഡ് സ്റ്റാൾമാൻ ആദ്യത്തെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ആര്? ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലിനക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായി അല്ലെങ്കിൽ സ്വന്തമായി ഇന്ത്യ ലിനക്സിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലിനക്സിനെ ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് ബോസ്. ആരാണ്? ബോസ്. ബോസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോസ് എന്ന് പറഞ്ഞാൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ്. എന്താണ് ഫുൾ ഫോം? ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ഓക്കെ, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ് ബോസിന്റെ ഫുൾ എക്സ്പാൻഷൻ. ബോസ് എന്ന് പറഞ്ഞാൽ ലിനക്സിനെ ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് ബോസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടേ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. എന്നാൽ ഏറ്റവും പോപ്പുലർ ആയ ജനപ്രിയമാണെന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെ ഏറ്റവും പോപ്പുലർ ആയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഉബുണ്ടു ആണ്. ആരാണ്? ഉബുണ്ടു. ഉബുണ്ടു ആണ് ഏറ്റവും പോപ്പുലർ ആയ അല്ലെങ്കിൽ ജനപ്രീതി നേടിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഉബുണ്ടു ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സോഫ്റ്റ്വെയറിലും കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? അടുത്തത് ലാംഗ്വേജ് പ്രൊസസർ. ഏതാണ്? ലാംഗ്വേജ് പ്രൊസസർ. എന്താണ് ലാംഗ്വേജ് പ്രൊസസർ? ലാംഗ്വേജ് പ്രൊസസർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അസംബ്ലി ലാംഗ്വേജിലും അതേപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിലും ഒക്കെ എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകളെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലാക്കി മാറ്റണം, എങ്കിലല്ലേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ അല്ലെ.
അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ഹൈ ലെവൽ ലാംഗ്വേജിലും അസംബ്ലി ലാംഗ്വേജിലും ഒക്കെ എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകളെ മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാംഗ്വേജ് പ്രൊസസ്സറുകൾ എന്ന് വിളിക്കുന്നത്. ലാംഗ്വേജ് പ്രൊസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലും അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിലും എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകളെ എങ്ങോട്ട് മാറ്റാണ്? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാംഗ്വേജ് പ്രൊസസ്സറുകൾ എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ ആയിട്ട് അസംബ്ലർ, കമ്പൈലർ ഒക്കെ ഇല്ലേ? അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രിറ്റർ എന്നൊക്കെ പറയുന്നത് ആർക്ക് എക്സാമ്പിൾ ആണ്? ലാംഗ്വേജ് പ്രൊസസ്സറുകൾക്ക് എക്സാമ്പിൾ ആണ്. ലാംഗ്വേജ് പ്രൊസസ്സറുകളല്ലേ? ലാംഗ്വേജ് പ്രൊസസ്സറുകളാണ്. ലാംഗ്വേജ് പ്രൊസസ്സറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അസംബ്ലി ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സിസ്റ്റം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാംഗ്വേജ് പ്രോഗ്രാമുകൾ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് ആര്? അസംബ്ലർ, അതേപോലെ കമ്പൈലർ, അതേപോലെ ഇന്റർപ്രറ്റർ. ഓക്കെ, ഇനി അസംബ്ലർ എന്ന് പറഞ്ഞാൽ ആരാണ്? അസംബ്ലർ എന്ന് പറയുന്നെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മിഷൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് പ്രൊസസ്സർ ആണ് ആര്? അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ എങ്ങോട്ട് മാറ്റും? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് പ്രൊസസ്സർ ആണ് ആര്? അസംബ്ലർ. ഓക്കെ, അപ്പം ഇത്രയാണ് ലാംഗ്വേജ് പ്രൊസസ്സറുകളെ കുറിച്ച് പഠിക്കാനുള്ളത്, ഭാഷാ പ്രൊസസ്സറുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. Next we study about utility softwares. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ശരിയായുള്ള പരിപാലനം, അതേപോലെ കമ്പ്യൂട്ടറിൽ സാധാരണ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ, നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളെ സഹായിക്കുന്ന പ്രോഗ്രാമുകളെയാണ് എന്ത് വിളിക്കുക? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് പറയാം. ഉദാഹരണമായിട്ട് ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഒക്കെ. അതായത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പരിപാലനം എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പരിപാലനം, അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഇത് പറയാം, നമുക്ക് ബാക്കപ്പ് സോഫ്റ്റ്വെയർ പറയാം അല്ലെ? ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും ആവുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജസിന്റെ പേരും അതേപോലെ മെമ്മറി യൂണിറ്റുകളൊക്കെ ഒന്ന് നോക്കണം. അപ്പം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എക്സാമിന് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് ഞാൻ പറയുന്നത്. കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജുകളുടെ പേരുകളാണ്. ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഒന്ന് ഫോർട്രാൻ. ഒന്ന് ഏതാണ്? ഫോർട്രാൻ. അതായത് നിങ്ങൾക്ക് ഓപ്ഷനിലൊക്കെ തരുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർട്രാൻ. അതേപോലെ തന്നെ അടുത്തത് പറയുന്നത് ബേസിക്. ഫോർട്രാൻ, ബേസിക്, സി പ്ലസ്, സി പ്ലസ് പ്ലസ്, കോമട്ട് എഴുതാവേ, ജാവ, അതേപോലെ ജാവ സ്ക്രിപ്റ്റ്,
അല്ലേ? ഫോർട്രാൻ, ബേസിക്, C++, ജാവ, ജാവ സ്ക്രിപ്റ്റ്, അതേപോലെ പിന്നെ ഏതാ HTML, വേറെ ഏതാണ് HTML, അതേപോലെ ബി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പിന്നെ അതേപോലെ PHP. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫോർട്രാൻ, HTML, ബേസിക്, ബി, PHP, C++, ജാവ, ജാവ സ്ക്രിപ്റ്റ് ഒക്കെ കമ്പ്യൂട്ടറിന്റെ ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് എന്താണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ എന്ന് പറഞ്ഞാൽ മതി, ഹൈ ലെവൽ എന്ന് എഴുതണമെന്നില്ല. കമ്പ്യൂട്ടർ ലാംഗ്വേജ്, കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? കമ്പ്യൂട്ടറിലുള്ള ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ് ഫോർട്രാൻ, HTML, ബേസിക്, ബി, PHP, C++, ജാവ, ജാവ സ്ക്രിപ്റ്റ് ഒക്കെ എന്താണ്, കമ്പ്യൂട്ടറിലെ ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. കാരണം എക്സാം ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ നടുവിൽ ഓപ്ഷനായിട്ട് ഇതേതെങ്കിലും പേര് കൊടുത്താലും നിങ്ങൾക്ക് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് കൃത്യം അറിയണം. അതുകൊണ്ടാണ് ആ ലാംഗ്വേജുകൾ, പ്രധാനപ്പെട്ട കുറച്ച് ലാംഗ്വേജുകളുടെ പേര് ഞാൻ എഴുതി തന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരാളാണ് ഈ മെമ്മറി യൂണിറ്റുകൾ. നമ്മൾ മെമ്മറി പറഞ്ഞപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൂടി നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, മെമ്മറി യൂണിറ്റുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, എങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പറയുന്നത് മെമ്മറി യൂണിറ്റുകൾ ഏതാ? മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാ? ബൈറ്റ് ആണ് അല്ലെ? അപ്പം ബിറ്റിൽ തുടങ്ങുകയാണ് നമ്മൾ. 4 ബിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 4 ബിറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഒരു 1 നിബിൾ ആണ്. 1 നിബിൾ ആണ് എന്ത്? 4 ബിറ്റ്. അങ്ങനെയാണെങ്കിൽ 8 ബിറ്റോ? 8 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് ആണ്. 1 ബൈറ്റ് ആണ് എത്ര? 8 ബിറ്റ്. ഇനി നമ്മൾ ബൈറ്റിലാണ് കാര്യങ്ങൾ പറയുന്നത്. 1024 അല്ലെങ്കിൽ 1024 ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 1024 ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഒരു കിലോ ബൈറ്റ് ആണ്. 1 കിലോ ബൈറ്റ് ആണ് അല്ലോ. ഇനി 1 കിലോ ബൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി 1024 കിലോ ബൈറ്റ് എത്രയാ? 1000 കിലോ ബൈറ്റ് എത്രയാണ്? ഒരു 1 മെഗാബൈറ്റ് ആണ്. മെഗാബൈറ്റ് ആണ്. ഇനി 1024 മെഗാബൈറ്റ്. മെഗാബൈറ്റിൽ ഞാൻ MB എഴുതട്ടെ. കിലോ ബൈറ്റിന് അതേപോലെ നമുക്ക് 1 KB എന്ന് എഴുതാം കേട്ടോ. അപ്പം മെഗാബൈറ്റിന് ഇതിനെന്ത് എഴുതാം? 1 MB എന്ന് എഴുതാം. അപ്പൊ MB എന്നാണ് ഇവിടെ എഴുതുന്നത്. 1 MB എന്ന് പറയുന്നത് എത്രയാ? 1 MB എന്ന് പറയുന്നത് എത്രയാണ്? സോറി, 1024 മെഗാബൈറ്റ് എന്ന് പറയുന്ന 1 എന്താണ്? ജിഗാബൈറ്റ് ആണ്. 1 ജിഗാബൈറ്റ് ആണ്. ജിഗാബൈറ്റിന് നമുക്ക് 1 GB എന്ന് എഴുതാം. ഓക്കെ, ഇനി 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഒരു 1 ടെറാബൈറ്റ് ആണ്. 1000 നമുക്ക് ഇവിടെ എഴുതാം. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ടെറാബൈറ്റ് ആണ്. ഓക്കെ, 1 ടെറാബൈറ്റ് ആണ്. ഇനി നമുക്ക് 1 TB എന്ന് വേണേ എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എഴുതാം. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടെറാബൈറ്റ് ആണ്. 1 TB. പിന്നെയും പോകും കേട്ടോ. ഇനിയുണ്ട്. തൽക്കാലം ടെറാബൈറ്റ് വരെ നിങ്ങളെങ്കിലും ഓർത്ത് വെക്കണം കേട്ടോ. ടെറാബൈറ്റ് വരെയെങ്കിലും നിങ്ങൾക്ക് കണക്കറിയണം. ഇനിയുണ്ട്, അറ്റ്ലീസ്റ്റ് ഇത്ര വരെയെങ്കിലും അറിയണം. അപ്പൊ ഒന്നും കൂടെ പറയാം. മെമ്മറി യൂണിറ്റുകള് 4 ബിറ്റ് എന്ന് പറയുന്നത് ഒരു നിബിൾ ആണ്. 8 ബിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ബൈറ്റ് ആണ്.
ഒരു ബൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1024 ബൈറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ ബൈറ്റ് ആണ്. 1024 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ടെറാബൈറ്റ് ആണ്. ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെമ്മറിയുടെ പ്രധാന യൂണിറ്റുകൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഇന്ന് സോഫ്റ്റ്വെയറിന്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ പേരുകൾ പറഞ്ഞു. അതേപോലെ മെമ്മറി യൂണിറ്റുകൾ പറഞ്ഞു. അപ്പൊ ഇതോടുകൂടി കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയറിന്റെ ഭാഗവും അതേപോലെ തന്നെ മെമ്മറീന്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ കാര്യമായിട്ട് നോക്കാനുള്ളത് നമ്മളെ പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.